ഹലോ, ഇന്നത്തെ വ്ളോഗ് ഉണ്ടല്ലോ ഒത്തിരി സന്തോഷവും കുറച്ച് സങ്കടവും ഒരു ബിറ്റർ സ്വീറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് നമ്മളധികം കാണാത്ത കാഴ്ചകളിൽ കൂടെയുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ഒന്നോ രണ്ടോ തവണ ഈ വീട് കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇതൊരു റെൻ്റൽ പ്രോപ്പർട്ടി ആയിരുന്നു. 2 യൂണിറ്റ്സ് ഉണ്ട്. ഒരു ഫ്രണ്ടിൽ നിന്ന് എൻട്രിയും ബാക്കിൽ നിന്ന് എൻട്രിയും ഉള്ള അങ്ങനത്തെ ഒരു വീടാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളിത് കഴിഞ്ഞ 5 വർഷമായിട്ട് റെൻറ്റ് കൊടുത്തേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിൽപ്പനയൊക്കെ കഴിഞ്ഞു. നാളെ ക്ലോസിങ്, നാളെയോടുകൂടി ഈ വീട് ബൈ ബൈ പറയണം. അപ്പം ഇന്ന് വൈകുന്നേരം വന്ന് എല്ലാം ഓക്കെ അല്ലേ എന്നൊന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരാഴ്ച ഒരു ഗിഫ്റ്റ് ഒക്കെ വെച്ച് ഒരു ഇത് വെച്ചിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പുള്ളിക്കാരത്തിയായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഹാമ്പറിനകത്ത് കുറച്ച് ആളുകൾ, പക്ഷേ അതിൻ്റെ ഒരു പ്രസൻറ്റേഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പം തന്നെ ആവേശം മൂത്ത് തുറക്കാമെന്ന് വെച്ചു. ഒരു ചെറിയ ഇങ്ങനത്തെ ഒരു ഷോ കട്ടിങ് ബോർഡ് പോലത്തെ അവരുടെ പേരൊക്കെ എഴുതി ഒരു ബോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് അതും കീ ചെയിൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, അവരുടെ ആ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. കീ ചെയിൻ തോമസ് എടുത്തു. കട്ടിങ്ങിൻ്റെ എന്ത് ചെയ്യണം, വീട്ടിൽ ഞാൻ എവിടെയെങ്കിലും ഒന്ന് വെക്കാം, ഒരു ഷോ പീസായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ക്യാൻഡിൽസ്, കത്തിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിൽ ഊതിക്കെടുത്താണ്ട് ഇങ്ങനെ അടച്ചിട്ട് കെടുത്താൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് അവരൊരു ക്യാൻഡിലും വെച്ചിട്ടുണ്ടായിരിക്കും. ഇവർ നമ്മുടെ വീട് നല്ലോണം സ്റ്റേജൊക്കെ ചെയ്തിട്ട് നല്ല സൂപ്പറായിട്ടാണ് കേട്ടോ വിറ്റത്. അവർ സ്റ്റേജ് ചെയ്തപ്പോൾ അവരൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് പിന്നെ നമ്മൾ വിൽക്കാനിട്ടുന്ന വീടല്ലേ, അതുകൊണ്ട് അങ്ങനെ ഷെയർ ചെയ്യണമെന്ന് വെച്ചു. പക്ഷേ ഒരു നല്ലൊരു സൂപ്പർ റീൽ ഉണ്ടാക്കി. ഞാൻ നോക്കട്ടെ, അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ചിലപ്പോൾ ഡിലീറ്റായി പോയിട്ടുണ്ടാവും. അപ്പോൾ ആ സ്റ്റേജിങ് ഒക്കെയാണ് ശരിക്കും നമുക്ക് ഈ വീട് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ, അതായത് നമ്മൾ എന്ത് ആസ്ക് ചെയ്തോ അത് തന്നെ അങ്ങനെ തന്നെ നടന്നു കേട്ടോ. പിന്നെ നല്ലൊരു അടിപൊളി റൂം ഫ്രഷ്നർ ഒരു ഇതാണ്. റൂം ഫ്രഷ് കുറച്ച് ഹൈ എൻഡ് ആയിട്ടുള്ള നല്ല മണമാണ്, അത് നല്ല രസമാണ്. പിന്നെ ഒരു കുഞ്ഞിങ്ങനെ ഒരു ഷോ പീസ് വേറൊരെണ്ണം. അപ്പം ഞാനിപ്പോഴും ഈ ക്യാൻഡിൽ എവിടെയാന്ന് നോക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് അവർ വേറൊരു ഇത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഇതിന് പറഞ്ഞ പേരെന്താ, ഒരു തുണി, നല്ലൊരു ഷോള് പോലെ, എനിക്കൊന്നൊരു സ്പ്രെഡാന്ന് തോന്നുന്നു, ടേബിൾ സ്പ്രെഡ്, ടേബിളിൻ്റെ മേളിലൊക്കെ ഇടാൻ പറ്റുന്നതാണ്. അത് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ടേബിൾ സ്പ്രെഡ് ഇത് ഞാൻ താക്കോല് കുറച്ച് മുമ്പ് കാണിച്ചുള്ളൂ. ഞാൻ ആദ്യം നോക്കിക്കൊണ്ടിരുന്നതിനിടയ്ക്ക് ഇത് ഇട്ടിട്ട് വേറെ പണിക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വന്നെടുത്തതാണ്. ഇപ്പം ഞാൻ ഈ ടേബിൾ സ്പ്രെഡും ഈ ക്യാൻഡിലൊക്കെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. പിന്നെ ബാക്കി എനിക്ക് അതിനകത്ത് ആ ഒരു പ്രസൻറ്റേഷൻ അതൊക്കെ അങ്ങനെ തന്നെ വെക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ മാക്സിമം ഇത് ഈ ഒരു അറേഞ്ച് ചെയ്ത സാധനമൊക്കെ കുറച്ച് ക്ലട്ടറല്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ അത് എന്തായാലും ഇവിടുത്തെ ഗാർബേജിൽ കളയാൻ സ്ഥലമില്ല. ഇവിടെ നമ്മുടെ റെൻറ്റേഴ്സൊക്കെ പോയപ്പോൾ അവർ നിറയെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ കുറേയൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ ഫുൾ അങ്ങനെ അവർ ഒട്ടും സ്ഥലമാണ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്ന വെച്ചു. മൂവിങ് ക്ലീനിങ് എപ്പോഴും ആൾക്കാർ മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് നല്ല സൂപ്പ്, അതായതാണ് വുഡ് ആൻഡ് സേജ് സീ സോൾട്ട്, നല്ലൊരു ഇത് നല്ലൊരു ഹൈ എൻഡ് സ്മെല്ലാണ് കേട്ടോ. അതിൻ്റെ സീ സോൾട്ടും ആ ഒരു സാൻഡലും സേജും അങ്ങനെയൊക്കെ ആയിട്ടുള്ള നല്ലൊരു മണമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെപ്പോഴും മൂവിങ് കഴിയുമ്പം എല്ലാം ടോപ്പ് ടു ബോട്ടം നമ്മൾ മൂവിങ് ക്ലീനേഴ്സ്, പ്രൊഫഷണൽ ക്ലീനേഴ്സിനെ വെച്ചിട്ട് ക്ലീൻ ചെയ്യിക്കും. പക്ഷേ ഇത് ഇതിന് നമ്മൾ മാർക്കറ്റിലിട്ട് ഒരു 3-ാമത്തെ ദിവസം തന്നെ ഇത് വിറ്റുപോയി. പക്ഷെ അവർക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഇത്തിരി സമയം കൂടെ വേണമായിരുന്നു. പിന്നെ നമുക്ക് ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് കുറച്ചൊരു 1.5 മാസം കഴിഞ്ഞിട്ടാണ് അവർ നമ്മുടെ ലാസ്റ്റ് ക്ലോസിംഗ് എന്ന് പറയുന്നത്, നമ്മുടെ ബാങ്കിലോട്ട് അങ്ങനെ വെച്ചാൽ ലൈക്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കണം. പക്ഷെ നമുക്കെപ്പോഴും കൊടുക്കുമ്പം ഒരാൾ അവർക്ക് ജീവിക്കാൻ വേണ്ടി മേടിക്കുന്ന വീടല്ലേ, അത് നല്ല പ്രസൻറ്റബിളായിട്ട് കൊടുക്കണമല്ലോ. ഇത് ബ്രാൻഡ് ന്യൂ വീടൊന്നുമല്ല, ഇവിടെ അങ്ങനെയാണ് കേട്ടോ. ആളുകൾ വീട് മേടിച്ച് പിന്നെ അവർക്ക് വേണമെങ്കിൽ അവർ മാറ്റിയെടുക്കും. ഞാൻ എപ്പോഴും വിചാരിക്കും, നമുക്ക് വയസ്സാവുമ്പോൾ നമ്മൾ ഡൗൺ സൈസ് വരും. ഇപ്പോഴത്തെ നമ്മുടെ വീടെന്ന് വെച്ചാൽ 6 ബെഡ്റൂംസ് ഉണ്ട്, 2 വലിയ ഹോൾ, ഒരു അത്യാവശ്യം വലിയൊരു വീടാണ് ഇപ്പം നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്. അതിലെന്തായാലും നമുക്ക് ഒരു പ്രായമായി കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമായിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ഇതൊരു നല്ല കിളിക്കൂട് പോലെ ഒരു കുഞ്ഞിവിടെ 4 ബെഡ്റൂംസ് ആണ് ഇത്. മേളിൽ 2 ബെഡ്റൂം, താഴെ 2 ബെഡ്റൂം. പക്ഷെ മേളും താഴും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതാണ്. അപ്പം എൻ്റെ എന്ന് വെച്ചാൽ ഇവർ ആരെ ഈ വീട് മേടിച്ചാലും അവർക്ക്
നല്ലൊരു ഹാപ്പിനെസ് തോന്നണം. അപ്പം ഞങ്ങൾ കുറേയൊക്കെ മുഴുവൻ പ്രൊഫഷണൽ ക്ലീനേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. പക്ഷേ ലാസ്റ്റ് വന്നിട്ട് ഇന്ന് എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡസ്റ്റ് ചെയ്യാം, നല്ല ബ്രൈറ്റ് ആക്കിയിട്ട് ലൈറ്റൊക്കെ എന്തെങ്കിലും ബൾബൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നല്ല ബ്രൈറ്റായിട്ട് കൊടുക്കാമെന്ന് വെച്ചു. നമ്മുടെ വീട്ടിൽ വെച്ചേക്കണ പോലെ തന്നെ നെസ്റ്റിൻ്റെ തെർമോസ്റ്റാറ്റാണ് നമ്മൾ റെൻറ്റേഴ്സിന് കൊടുത്തപ്പോഴും വെച്ചത്. എനർജി എഫിഷ്യൻസിയാണ്. പിന്നെ കുറച്ച് ഹൈടെക് അതിൻ്റെ നെസ്റ്റിൻ്റെ ക്യാമറ ഫുൾ സെക്യൂരിറ്റി സിസ്റ്റം നമ്മൾ നെസ്റ്റിൻ്റെ വെച്ചിട്ടാണ്. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നുള്ള വാക്യൂം കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനപ്പ് ആക്കുക. അപ്പോൾ ഈ വീട് ശരിക്കും ബിറ്റർ സ്വീറ്റ് എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹസ്ബൻഡും കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കൂട്ടുകൃഷി തുടങ്ങി കഴിയുമ്പോൾ ഉള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊരു പ്രത്യേകതയുണ്ടല്ലോ. എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഒന്നും വാലിഡേഷനോ അപ്രൂവലോ കാര്യങ്ങളോ അഭിപ്രായമൊന്നും അധികം ഇല്ലാണ്ട് നമ്മളായിട്ട് ഡിസിഷൻസ് എടുക്കുന്നു, നമ്മളതിൻ്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യുന്നു, നമ്മളതിൻ്റെ നല്ല ഗുണങ്ങളും അനുഭവിക്കുന്നു. അങ്ങനത്തെ ഞങ്ങളുടെ ഒരു കൂട്ടായ സംരംഭമായിരുന്നു ഈ ഒരു വീടെന്ന് പറയണത്. ഇത് നമുക്ക് ഒത്തിരി നല്ല നല്ല ആൾക്കാർ, നമുക്ക് എപ്പോഴും ഈ വീട് കഴിഞ്ഞ 5 വർഷമായിട്ട് നമുക്ക് ശരിക്കും ഭയങ്കര നല്ല നല്ല ആൾക്കാർ, എപ്പോഴും ഞങ്ങൾക്ക് നല്ല ആൾക്കാരാണ് കേട്ടോ താമസിക്കാൻ വന്നേക്കുന്നത്. ഈ വീട്ടിൽ അവസാനം താമസിച്ച ഒരാളൊരു ഹെൽത്ത് റീസണുമായിട്ട് വന്നതാണ്. ആൾ വന്നപ്പോൾ ആൾക്ക് നിൽക്കാൻ പോലും പറ്റില്ലാതെ വയ്യാണ്ട് വന്ന് പോവാൻ നേരത്തുണ്ടല്ലോ അയാൾ ഭയങ്കര നമ്മൾ വീട് വിൽക്കുകയെന്നറിയാം, അപ്പോൾ അയാൾക്ക് പോകണമെന്നറിയാം. അപ്പോൾ ഫുൾ നമ്മളെ എന്താ പറയുക, ഭയങ്കരമായിട്ടും ഒരിച്ചിരി പ്രായമുള്ള ആളുടെ മോൻ്റെ വീട് പോലത്തെ പുറത്ത് നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നു, ഡംസ്റ്ററിൽ പോയി സാധനങ്ങൾ ഡംപ് ചെയ്യുന്നു. ആള് ഭയങ്കര എനർജി, ഒരു റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് എടുത്ത വീട്. അപ്പം നമ്മുടെ താഴത്തെ ഒട്ടും സ്റ്റേഴ്സ് ഇറങ്ങണ്ട എന്ന് മാത്രമല്ല ബേസ്മെൻറ്റ് പോലെ തോന്നത്തുമില്ലാത്തൊരു സെറ്റപ്പാണ്. അപ്പം അങ്ങനെ എന്താ പറയുക, വന്ന ഓരോ ആൾക്കാർക്കും പോയവർക്കും വളരെ ഹാപ്പിനെസ് കൊടുത്ത വീട്, നമുക്കും വളരെ ഹാപ്പിനെസ്. നമ്മളവിടെ താമസിച്ചിട്ടേ ഇല്ല കേട്ടോ, മേടിച്ച അന്ന് പിറ്റേ ദിവസം റെൻറ്റിന് കൊടുത്തു. പിന്നെ വിൽക്കുന്നതിൻ്റെ 1 മാസം മുമ്പ് വരെ റെൻറ്റേഴ്സ് മേളിലും താഴെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടുകൃഷിയുടെ എന്താ പറയുക, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം തന്ന ഒരു സ്പേസാണ്. അത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് തന്നെ തോന്നും കേട്ടോ. കുറേ കാര്യങ്ങൾക്ക് ഈ വീട്ടിൽ പഴമയുണ്ട്. ഈ മേടിക്കുന്നവർ വന്ന് അവർ ഹോം ഇൻസ്പെക്ഷൻ ചെയ്ത് അവർ പല പ്രാവശ്യം വീട് വന്ന് കണ്ട് ഒക്കെ ആയിട്ടാണ് കേട്ടോ മേടിക്കുക. നമ്മളപ്പോൾ കൂടുതൽ അലങ്കാരങ്ങളൊന്നും ഇല്ലാണ്ട് എങ്ങനെയാണോ അങ്ങനെ തന്നെ കൊടുക്കും എന്നുള്ള രീതിയിലാണ് നമ്മുടെ കോൺട്രാക്ട്സ് ഒക്കെ. എന്നാലും ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര നിർബന്ധമായിരുന്നു എന്താ പറയുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ ഇത് കാണണം എന്നുള്ളത്. അപ്പോൾ ഇത് മേളിൽ നിന്നുള്ള വ്യൂ ആണ്. മേളത്തെ നിലയിൽ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ താഴത്തെ ഒരു പാറ്റിയോ സ്പേസിലേക്ക് ഇറങ്ങാം. അത് കഴിയുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. ഓപ്പോസിറ്റ് വീടുകളും ഒക്കെയുള്ള കുറച്ച് വ്യൂസും മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു സൂത്തനിങ് റിലാക്സിങ് ആയിട്ടുള്ളൊരു വ്യൂ ആണ്. അവിടുന്ന് മേളിലോട്ട് നോക്കുമ്പോൾ താഴെ കാണുന്ന ഒരു വാതിൽ, ഇവിടെ ഒരു വാതിൽ കണ്ടോ. ഈ വാതിലും ഇതാണ് പുറകിൽ നിന്നുള്ള ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. അവിടെ റോഡ്, അതിൻ്റെ പുറകിലൊരു റോഡുണ്ട്. അപ്പോൾ കാർ പാർക്കിംഗ് ഒക്കെ നമ്മൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിത് മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് പാർക്കിങ്ങിനുള്ള സ്പേസും ഒക്കെ ആക്കി കൊടുത്തു. അപ്പോൾ ഈ മാനുവലിനെ ഐസക്കിനെയും കൊണ്ടുവന്ന് ഗുഡ് ബൈ പറയിപ്പിക്കാൻ കൊണ്ടുവന്നാണ് കേട്ടോ ഈ വീട്ടിലോട്ട്. അവർക്ക് നമ്മൾ കൊടുത്തൊരു ലേണിങ്ങും കൂടിയാണല്ലോ. നമ്മളൊരു വേറൊരു സ്ഥലത്ത് നിന്ന് വന്നു, ഈ ഒരു നാട്ടിൽ വന്ന് താമസിക്കാൻ വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എന്തൊക്കെ ചെയ്തു, എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ കാണാനും അറിയാനും അവർക്കും ഒരു അവസരം കിട്ടിയ ഒരു സ്പേസ് ആയിരുന്നു. അപ്പം ഞാനത് യൂട്യൂബിലിടുന്ന കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ എന്താ പറയുക, ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളെപ്പോഴും പല കാര്യങ്ങൾ പറയാം, പക്ഷേ ഭയങ്കര നമ്മുടെ ലൈഫിലേക്ക് എന്താ പറയുക, നല്ല നല്ല കാര്യങ്ങൾ ബ്രിങ് ഇൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രം ആണ് ഇതിട്ടേക്കുന്നത്. നമ്മുടെ ഒരു ലൈഫ്, ഈ ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ഒരു റെക്കോർഡ്സ് ആണല്ലോ. അപ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേനുള്ള ഒരു വ്യൂ ആണ്. അവിടെയുണ്ട് കുറച്ച് പുല്ലും അങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു പാറ്റിയോയും അടച്ചിട്ടും പിന്നെ താഴെയുണ്ട് കേട്ടോ കിച്ചണും. ഫുൾ നമ്മൾ ഫർണിച്ചേഴ്സൊക്കെ എല്ലാം ബ്രാൻഡ് ന്യൂ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഈ ഒരു മൈക്രോവേവ്, ഫ്രിഡ്ജ്, ഡിഷ് വാഷർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ബ്രാൻഡ് ന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. വാങ്ങിയപ്പം അല്ലാത്തതൊക്കെ നമ്മൾ എംപ്റ്റി ചെയ്തിട്ട്, കാരണം റെൻറ്റിന് കൊടുത്താലും കൊടുക്കുന്നവർക്ക് നല്ല ഭംഗിയായിട്ട് കൊടുക്കണം എന്നുള്ള ഒരു വിചാരത്തിൽ തന്നെ. ഈ റൂം പിങ്ക് അടിച്ചേക്കുന്നത് ഇവിടെ മുന്നേ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ പിങ്ക് അടിച്ചോട്ടെന്ന് ചോദിച്ചു, നമ്മൾ പിങ്ക് അടിച്ചോളാൻ പറഞ്ഞു. പക്ഷെ അത് പിന്നെ മാറ്റാനൊന്നും നിന്നില്ല. മേടിച്ചവർ ഇനി അവർക്ക് വേണ്ടതുപോലെയൊക്കെ ചെയ്തോളൂല്ലോ. പിന്നെ ഈ ഒരു സ്പേസൊക്കെ നമ്മൾ പിന്നെ കൺസ്ട്രക്ട് ചെയ്തെടുത്താണ്. ഒരു വലിയ ഹോളായിരുന്നു, ഒരു വലിയ സ്റ്റേജൊക്കെ വെച്ചിട്ട്
അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബെഡ്റൂമും അതിനുള്ള ഒരു ക്ലോസറ്റ് സ്പേസും പിന്നെ സ്റ്റോറേജ് സ്പേസും ഒക്കെ നമ്മളായിട്ട് ആൾക്കാരെ വെച്ച് പണിയിപ്പിച്ച് എടുത്ത ഒരു സ്പേസാണ്. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് മോപ്പും കൂടെ ചെയ്യാമെന്ന് വെച്ചാൽ നല്ല വൃത്തി ഉണ്ടായിരുന്നു, പക്ഷേ ജസ്റ്റ് ഒന്ന് പോളിഷ്ഡ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് മോപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ വീടിന് ഗുഡ് ബൈ പറയുന്നത്, നമ്മൾ ഈ വീട് കാണില്ല, ഇങ്ങോട്ട് വരില്ല. അപ്പോൾ പക്ഷെ നമുക്ക് ഒത്തിരി എന്താ പറയുക, എല്ലാ തരത്തിലും സന്തോഷം ബ്രിങ്ങിൻ ചെയ്ത ഒരു ഫാമിലിയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഞാനും ബൈ ബൈ പറയുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണും വരെ ബൈ ബൈ.